2022 ജൂൺ 13 കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഇൻഡിഗോ വിമാനത്തിലായിരുന്നു സംഭവം. തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്ത ശേഷമായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചത്. മുഖ്യമന്ത്രിയെ വെച്ചേക്കില്ലെന്ന് ആക്രോശിച്ചുവെന്നും വിമാനത്തിന് ഭീഷണിയുണ്ടാക്കിയെന്നുമായിരുന്നു എഫ്ഐആർ. വധശ്രമത്തിന് പുറമെ വിമാനത്തിന്റെ സുരക്ഷയെ ബാധിച്ചുവന്ന വ്യോമയാന വകുപ്പുകൾ കൂടി ചേർത്തതാണ് പോലീസിന് തിരിച്ചടിയായത്. സംഭവത്തിൽ കുറ്റപത്രം സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് അനുമതി കൂടി ആവശ്യമായി വന്നതോടെ പോലീസ് വെട്ടിലായി. 3 വർഷമായി കേന്ദ്രം കുറ്റപത്രത്തിന് അനുമതി നൽകിയിട്ടില്ല. സർക്കാർ കത്തയച്ചിട്ടും കേന്ദ്രം അനുകൂലമായി പ്രതികരിച്ചില്ല. കേന്ദ്രാനുമതി ലഭിക്കാത്തത് കുറ്റകൃത്യത്തിന് തെളിവില്ലെന്ന് വ്യക്തമാക്കുകയാണെന്നാണ് കേസിലെ 1-ാം പ്രതി ഫർസീൻ മജീദിന്റെ വാദം. 3 വർഷം എത്തി നിൽക്കുന്ന ഇന്ന് പോലും ആ കേസിനകത്ത് കേരളത്തിലെ പോലീസ് കോടതിക്ക് മുമ്പിൽ കുറ്റപത്രം ചാർജ് ഷീറ്റ് നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഈ കേസ് തെളിയിക്കുവാനോ അതിനകത്തെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനോ കേരളത്തിലെ പോലീസിന് താല്പര്യമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വലിയ നിങ്ങളൊക്കെ ഗുണ്ടയാണ്, ക്രിമിനലുകളാണ്, ഈ നാടിനകത്തുനിന്നും നാട് കടത്തേണ്ട, കാപ്പ വരെ ചുമത്തേണ്ട ക്രിമിനലുകളാണെന്ന് അന്നത്തെ ഭരണകൂടം പോലീസ് നമ്മളൊക്കെ ഉപയോഗിച്ച് പറഞ്ഞതിന് ശേഷം 3 വർഷം എത്തി നിൽക്കുമ്പോൾ പോലും അതിനകത്ത് കോടതിക്ക് മുമ്പിൽ ഒരു ചാർജ് ഷീറ്റ് കൊടുക്കാൻ പോലും സാധിക്കാത്ത തരത്തിലേക്ക് ഈ ഭരണകൂടം മാറുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹം ആഭ്യന്തര വകുപ്പിൻ്റെ കൂടി മന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസ് ഇത് അന്വേഷിച്ചിട്ട് അതിനകത്ത് ഒരു കഴമ്പില്ല എന്ന തരത്തിലേക്ക് ഇതെത്തുമ്പോൾ നമ്മളൊക്കെ 3 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ അതേ സാഹചര്യത്തിലാണ് ഇന്നും എത്തി നിൽക്കുന്നത്. ഇതൊക്കെ ഈ നാടിനകത്തെ സമൂഹവും ജനാധിപത്യ വിശ്വാസികളും മനസ്സിലാക്കി മുന്നോട്ട് പോവാം. ശംഖുമുഖം ACPയുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീമിനെയാണ് കേസ് അന്വേഷണം ഏൽപ്പിച്ചത്. എന്നാൽ ഈ സംഘം തന്നെ ഇപ്പോൾ നിലവിലില്ല. അന്വേഷണം പതിയെ അവസാനിപ്പിച്ച മട്ടാണ്. മുദ്രാവാക്യം വിളിച്ചതിന്റെ ദൃശ്യങ്ങൾക്കപ്പുറം പുതിയ തെളിവുകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് സാധിക്കാത്തതും കേസിലെ വീഴ്ചയാണ്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയുള്ള അതിക്രമ കേസിലാണ് പോലീസിന് നാണം കെടേണ്ടി വരുന്നത്. സീ മലയാളം ന്യൂസ്, കണ്ണൂർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.